എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു ആംപ്ലിഫയർ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം ഇതൊരു വുഡൻ ക്യാബിനറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. പക്ഷേ ചെറിയൊരു ആംപ്ലിഫയർ ആണ്. പക്ഷേ വുഡൻ ക്യാബിനറ്റ് ആയതുകൊണ്ട് നമുക്കത് കുറച്ച് ഒന്ന് നോക്കിയും കണ്ടും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയ്ക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. കാര്യം ഞാൻ പറഞ്ഞതുപോലെ വുഡൻ ക്യാബിനറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരു ആംപ്ലിഫൈ ചെയ്യുന്നത് നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഡയോഡി ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ കൂടെ തന്നെ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തും കൂടെ ആയ പ്രദീപ് സാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഈ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ. അപ്പം സാറിൻ്റെ താല്പര്യമുള്ള ഐറ്റംസൊക്കെയാണ് ഇതിനകത്ത് വച്ചിട്ടുള്ളത്. ഈ ഡയോഡി ഇന്ത്യൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉള്ള വ്യക്തികളെല്ലാം തന്നെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ നാട്ടിൽ പ്രമുഖരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ഇലക്ട്രോണിക്സിന് ഉപരി ആംപ്ലിഫയർ നിർമ്മാണം, അങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡ് നിർമ്മാണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ആ ഒരു ഗ്രൂപ്പിൽ നിലവിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ എല്ലാ ബോർഡിൻ്റെ ഇപ്പം ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാസ് ഡി ബോർഡിൻ്റെ SMPSൻ്റെയൊക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം പഴയ വീഡിയോകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ഒരു ക്ലാസ് ഡി ബോർഡ് വന്നിട്ട് 7298 എന്ന് പറയുന്നൊരു ക്ലാസ് ഡി ബോർഡാണ്. ഈ ഒരു ബോർഡ് അത്യാവശ്യം വിലയുണ്ട്. ഒരു 1700 വില വരുന്നൊരു ക്ലാസ് ഡി ബോർഡാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് 100 വാട്ട്സ് വരുന്നതാണ്. 100+100 സ്റ്റീരിയോ ബോർഡാണ്. ഇതിൽ 24 വോൾട്ട്, നമുക്ക് 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടുക്കുന്ന വോൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 8 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാട്ട്സ് കിട്ടും. 24 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ 24 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ 32 വോൾട്ട് വരെ കൊടുക്കാം. 32, 34 വോൾട്ട് വരെയൊക്കെ കൊടുക്കാം. അപ്പോൾ 34 വോൾട്ട് വരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 വാട്ട്സും ഇതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ 24 വോൾട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു 60-70 വാട്ട്സ് പ്രതീക്ഷിക്കാം. എന്നാലും ആ ഒരു നല്ല പവറുള്ളൊരു ബോർഡിൻ്റെ വലിപ്പം നോക്കിയല്ല, അതിൻ്റെ വർക്കിംഗ് വേറെ ലെവലായിട്ടുള്ളൊരു വർക്കിംഗ് ആണ്. നല്ല പവറുള്ളൊരു വർക്കിംഗ് ആണ്. പിന്നെ ഈ ഒരു SMPS ആണ്. ഈ ഒരു SMPS 24 വോൾട്ട് 4 ആംപിയറിൻ്റെ SMPS ആണ്. ഈ ഒരു SMPS നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു SMPS ഈ ഒരു ബോർഡിന് കറക്റ്റ് പക്കയാണ്. നല്ല കറക്റ്റ് വർക്കിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഒരു SMPS ആണ്. കാര്യം നമുക്ക് ഈ ഒരു ബോർഡ് 32 വോൾട്ടൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ചെറിയൊരു വീട്ടിൽ അല്ലെങ്കിൽ ചെറിയ റൂമിനകത്തൊക്കെ പാട്ട് കേൾക്കാൻ ഇതിൽ 24 വോൾട്ടിൻ്റെ SMPSൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. 4 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഈ SMPSന് 600 രൂപയ്ക്ക് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള കടകളിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇത് ആമസോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 700-750 പേ ചെയ്യേണ്ടി വരും. അപ്പം അത് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അവർ ഒരു ലാഭമൊക്കെ നോക്കിയിട്ടുള്ള ഒരു ബിസിനസ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം 700-750 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ ക്ലാസ് ഡി ബോർഡ് ഇത് ലോക്കൽ മാർക്കറ്റിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി അഥവാ കിട്ടിയാലും ചിലപ്പം ഈ പറഞ്ഞ 1700 ആവത്തില്ല, ചിലപ്പോൾ അതിലും കുറവായിരിക്കും. പിന്നെ കൂടാതെ തന്നെ ഞാൻ ഈ ഒരു ക്ലാസ് ഡി ബോർഡിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര നോയ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, ഭയങ്കര നോയ്സ്, ഒരു രക്ഷയില്ലാത്ത നോയ്സാണ്, ഈസിങ് നോയ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ അറിയുന്നതിന് വേണ്ടിയും അവർക്കും കൂടെ ബാക്കിയുള്ള ആൾക്കാർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവം പറയാം. ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 7498 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ഒരു 24 വോൾട്ടിൻ്റെ ഒരു 4 ആംപിയർ SMPS വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിന് കൊടുക്കുന്ന അതേ സപ്ലൈ, ഈ ഒരു ബോർഡിന് കൊടുക്കുന്ന അതേ, ഈ ഒരു SMPSന്ന് കൊടുക്കുന്ന അതേ സപ്ലൈ വേണം നമ്മൾ USB മോഡ്യൂളിന് കൊടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോയ്സ് വരും. അതായത് ഇതിനൊരു പവർ സപ്ലൈയും USB മോഡ്യൂളിന് വേറെ ചെറിയൊരു എന്തെങ്കിലും ട്രാൻസ്ഫോമർ SMPS വെച്ച് നമ്മളൊരു സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ സ്വിച്ചിങ് ഇഷ്യൂ വരും. ഈ ഒരു SMPSനോ അല്ലെങ്കിൽ ആ ഒരു മോഡ്യൂളിനോ പവർ സപ്ലൈയുടെ സ്വിച്ചിങ് ഇഷ്യൂ. കാര്യം എന്താ വെച്ചാൽ SMPS ആണല്ലോ. അപ്പം SMPS വെച്ചാണ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ സ്വിച്ചിങ് ഇഷ്യൂ വന്നിട്ട് ആ ഒരു നോയ്സ് ഇങ്ങനെ മാറാതെ നിൽക്കും.
പാട്ട് കേൾക്കും, അതിനിടയിൽ കൂടെ ഈ നോയ്സ് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു SMPSലാണ് നിങ്ങൾ ഇതുപോലത്തെ ആംപ്ലിഫയറുകളൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്ലാസ് ഡിക്ക് കൊടുക്കുന്ന അതേ സപ്ലൈ തന്നെ USB മോഡ്യൂളിന് കൊടുക്കണം. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലത്തെ റെഗുലേറ്റർ സപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ഒരു റെഗുലേറ്റർ സപ്ലൈയുടെ ഇത് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള 2N3055 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ വെച്ച് ചെയ്യുന്ന ഒരു റെഗുലേറ്റർ പവർ സപ്ലൈ ആണ്. അപ്പോൾ ആ ഒരു റെഗുലേറ്റർ പവർ സപ്ലൈ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 12 വോൾട്ട് സെനറും കൂടാതെ തന്നെ 2N3055 വെച്ചിട്ട് ചെയ്യുന്നൊരു റെഗുലേറ്റർ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു 24 വോൾട്ടിൽ നമുക്ക് 12 വോൾട്ട് ആംപിയർ കുറയാതെ ഏകദേശം ഇതിനൊരു 4 ആംപിയർ ഉണ്ട്. നമുക്ക് ഏകദേശം 3 ആംപിയർ കിട്ടുന്ന രീതിയിലുള്ളൊരു പവർ സപ്ലൈ നമുക്ക് ഇവിടെ റെഗുലേറ്റർ പവർ സപ്ലൈ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ടിൻ്റെ USB മോഡ്യൂളിന് കൊടുക്കുകയും അതുവഴി നമുക്ക് നോയ്സ് ഇല്ലാതെ ആക്കുകയും ചെയ്യാം. ഈ ഒരു ആംപ്ലിഫയറിനെ ഒട്ടും തന്നെ നോയ്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആക്കിയെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അങ്ങനെ ഒരു പ്രശ്നം എനിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു SMPSൽ നിന്ന് ഈ ഒരു ആംപ്ലിഫയറിനെ പവർ ചെയ്തതിന് ശേഷം USB മോഡ്യൂളിൽ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പവർ സപ്ലൈ വെച്ച് കൊടുത്തിട്ട് ഓൺ ചെയ്തപ്പോൾ നല്ലൊരു നോയ്സ് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ചെയ്തൊരു ഒരു ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ചെയ്തത് എങ്ങനെയാണ് ഇതേ പവർ സപ്ലൈ തന്നെ റെഗുലേറ്റ് ചെയ്ത് USB മോഡ്യൂളിൽ കൊടുത്തു. പക്ഷേ ഇതിൽ വേറൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരു DVD SMPS ആണ്. ഈ ഒരു DVD SMPSന് 140 രൂപയാണ് വില. ഇത് നിങ്ങൾക്ക് വാങ്ങണം Amazon ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ അതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിന് വാങ്ങിക്കാം. ഇതിനകത്ത് വരുന്ന പവർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 550 12 അതാണ് ഇതിൽ വരുന്നത്. പ്ലസ് ഓർ മൈനസ് 12 അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു SMPS വെച്ചിട്ടാണ് ഈ ഒരു BT ബോർഡ് ഒരു ബാസ്റ്റബിൾ ബോർഡാണ് ഇതിനെ പവർ അപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുവഴി നമ്മൾ കയറ്റി കൊടുത്താലും ഇതുവഴി കയറ്റിയിട്ട് ക്ലാസ് ഡിയിൽ കൊടുത്താലും ഇത് സെപ്പറേറ്റ് പവർ സപ്ലൈ ആണ്. പക്ഷേ എന്നാൽ USB മോഡ്യൂളിന് ഈ പവർ സപ്ലൈയിൽ നിന്ന് തന്നെ സപ്ലൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ല ഇതിൽ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ കൊടുത്താൽ പോലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നോയ്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പവർ സപ്ലൈ ഈ ക്ലാസ് ഡി ബോർഡിന് ഏത് പവർ സപ്ലൈ ആണോ കൊടുക്കുന്നത് അതേ സപ്ലൈ തന്നെ നമ്മൾ USB മോഡ്യൂളിനും കൊടുക്കണം. പക്ഷേ ബാസ്റ്റബിളിന് വേറെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ ബോർഡൊക്കെയാണ് നിങ്ങൾ ഇതുപോലത്തെ ക്ലാസ് ഡി ബോർഡുകൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നോയ്സ് വരുന്നു എന്നുണ്ടെങ്കിൽ ക്ലാസ് ഡി ബോർഡിന് ഏത് സപ്ലൈ ആണോ കൊടുക്കുന്നത് അതേ സപ്ലൈ തന്നെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്തിട്ട് ആ USB മോഡ്യൂളിന് 5 വോൾട്ട് ആണെങ്കിലും 12 വോൾട്ട് ആണെങ്കിലും നമ്മൾ റെഗുലേറ്റ് ചെയ്ത് തന്നെ ആ ഒരു USB ബോർഡിന് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ വരുന്നത് ബാസ്റ്റബിൾ ബോർഡാണ്. ഈ ഒരു ബോർഡിന് വലിയ വിലയൊന്നുമില്ല. യൂണിവേഴ്സലിൽ നിന്ന് വാങ്ങിയതാണ്. 200 രൂപ എന്തോണ് 200-250 രൂപയാണ് ഈ ഒരു ബോർഡിൻ്റെ വില വരുന്നത്. ഇത് അവർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അയച്ചു തരും. അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നമ്മുടെ പ്രദീപ് സാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം വച്ചിട്ടുള്ളതാണ്. സാറിന് ഈ ഒരു ബോർഡ് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വച്ചിരിക്കുന്നതാണ്. ഞാൻ നോർമലി അത് ആംപ്ലിഫയറിൽ ബാസ്റ്റബിൾ ബോർഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല, കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് സാറിൻ്റെ ഒരു താല്പര്യപ്രകാരം മാത്രം വച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു G സ്റ്റാറിൻ്റെ സെലക്ടറാണ്, ഓഡിയോ സെലക്ടർ. ഈ ഒരു സെലക്ടറിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ, അത് ഇട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ അത് നിങ്ങൾ കാണണം താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് ഏകദേശം 650 രൂപ അടുപ്പിച്ചാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഷ് ബട്ടൺ വരും. ആ ഒരു പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യും തോറും ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് സെലക്ട് ചെയ്ത് 1, 2, 3 എന്നുള്ള രീതിയിൽ DVD, TV, ഓക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഒറ്റ ഔട്ട്പുട്ട് ആയിട്ട് വരും. ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ആ ഒരു ഔട്ട്പുട്ട് വഴി നമുക്ക് ഔട്ടായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കൂടാതെ തന്നെ USB ഇന്റേണലി ഒരു USB നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും ഇതിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഒരു 5 വോൾട്ട് ഔട്ടും വരും. അത് മാത്രമാണ് ഇതിനകത്ത് വരുന്നൊരു പ്രത്യേകതയായിട്ട് ഉള്ളത്. അതായത് നമ്മുടെ അടുത്ത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു RIAA റിയ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു RIAAയുടെ പ്രീ ആമ്പാണ്. ഈ ഒരു പ്രീ ആമ്പ് റിയ പ്രീ ആമ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വരുന്ന ഒരു ഇക്വലൈസേഷനോട് കൂടി വരുന്ന ഒരു ഫോണോ പ്രീ ആമ്പാണ്. ഈ ഫോണോ പ്രീ ആമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഫോണോ പ്രീ ആമ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വിനയിൽ ഡിസ്ക് ഉണ്ട്, ആ റൗണ്ടിലുള്ള വലിയ കറുത്ത പണ്ടത്തെ ഡിസ്ക്, ടർട്ടബിൾ ഡിസ്ക് എന്നൊക്കെ പറയാം. അതിൻ്റെ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പ്രീ ആമ്പ്. ആ ഒരു പ്ലെയറിന് മാത്രമേ ഈ ഒരു പ്രീ ആമ്പ് കറക്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ ടേപ്പർ റെക്കോർഡിനൊക്കെ ഉള്ള ഹെഡ് എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു ഹെഡിൻ്റെ പ്രീ ആമ്പ് എന്നൊക്കെ പറയും പോലെ അതിൻ്റെ കാട്രിഡ്ജിൻ്റെ പ്രീ ആമ്പാണ് ഇത്. മാഗ്നറ്റിക്
കാറ്ററിച്ചിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ചെയ്തിട്ടുള്ള RIAA പ്രീയാമ്പാണ്. ഈ ഒരു പ്രീയാമ്പ് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടത്തില്ല. ഇത് ഞാൻ ഇവിടെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പ്രീയാമ്പിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. ഭയങ്കര ഗെയിനാണ്. ചെറിയൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ടിൽ ഒടുക്കത്തെ ഗെയിനാണ് വരുന്നത്. ചെവി അടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഗെയിനാണ് വരുന്നത്. ഞാൻ ഹെഡ്ഫോൺ വെച്ച് ഇത് ചെക്ക് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. കാര്യം എൻ്റെ ഈ ഒരു റെക്കോർഡ് പ്ലെയറോ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം അത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഐപോഡിൽ നിന്ന് ഒരു ചെറിയ സിഗ്നൽ കൊടുത്തിട്ട് ഹെഡ്ഫോൺ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ എൻ്റെ ചെവി അടിച്ചു പോയി. ആ ഒരു രീതിയിലുള്ളൊരു സൗണ്ടാണ് ഈ വരുന്നത്. ഇതൊരു ഒരു നല്ല അടിപൊളി സാധനമാണ്. ഇത് ഈ കാണുന്ന സ്വിച്ചൊക്കെ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഇക്വലൈസേഷൻ RIAA ഇക്വലൈസേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ചെറിയ സ്വിച്ചുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കോസ്റ്റായി ചെയ്തു വന്നപ്പം ഒരു 600-700 രൂപയ്ക്ക് അടുപ്പിച്ചായി ഇത് ചെയ്തു വന്നപ്പോൾ. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ക്ലാസ് D ആംപ്ലിഫയറിൻ്റെ ഒരു ഫസ്റ്റ് രൂപമാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഐഡിയപരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ചെറിയൊരു പലക കഷ്ണമാണ്. ഈ പലക കഷ്ണത്തിൻ്റെ മുകളിൽ ഇത് വച്ചിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വയറിങ് കറക്റ്റായിട്ട് ഇരിക്കും എന്നുള്ളത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്താൽ മതി. ഇത് വേറെ ഒന്നുമില്ല, സംഭവം എളുപ്പമാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ ഈ സ്പേസർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ അടി സൈഡിൽ ഈ സ്പേസർ വെച്ച് പൊക്കി നിർത്തിയിട്ടാണ് എല്ലാ ആംപ്ലിഫയറും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇത് ബോർഡിൽ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വയറിങ് എങ്ങനെ ഏകദേശം ഒതുക്കി ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വയർ ഒതുക്കി ഭംഗിയായിട്ട് വയ്ക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഗ്രൗണ്ടിങ് പക്കയാണെന്നുണ്ടെങ്കിൽ നോയ്സ് ഒന്നും വരത്തില്ല. പക്ഷേ ചില ആൾക്കാരുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. വൃത്തിയായിട്ട് ചെയ്ത ആംപ്ലിഫയറിൻ്റെ വയറുകളെല്ലാം നല്ല രീതിയിൽ ഒതുക്കി വച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ അതിലൊരു ദൂഷ്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ആംപ്ലിഫയറിൻ്റെ ഏതെങ്കിലും ഒരു സംഭവം കംപ്ലൈൻ്റ് ആയി, എന്തെങ്കിലും സാധനം കംപ്ലൈൻ്റ് ആയി നമുക്കത് നന്നാക്കി എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് ജസ്റ്റ് നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു രീതി എടുക്കുമ്പോൾ നമുക്ക് ആ വയറൊക്കെ ഒതുക്കി വയ്ക്കുന്നതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതിൽ മാക്സിമം വയർ ഒതുക്കി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് കിടക്കുന്ന കൊണ്ടാണ്. ഇനിയിപ്പോൾ ഓരോ സ്റ്റേജായിട്ട് ഞാൻ ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്തിനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 2 സൈഡിൽ ഈ ഒരു ഭാഗത്തും പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ഭാഗത്തും തേക്ക് വുഡിൻ്റെ 2 ഇതാണ് വരുന്നത്. അപ്പോൾ അത് വച്ചതിന് ശേഷം ഇനി ഫ്രണ്ട് പാനലും ബാക്ക് പാനലും വരും. ആ സമയത്ത് ഈ ഒരു വയറെല്ലാം വളരെ കൃത്യമായിട്ട് ഒതുക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വയർ ഒതുക്കുന്നതിനെക്കുറിച്ചൊരു ഗ്രൂപ്പിലും അല്ലാതെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഓരോ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു വയർ ഒതുക്കി വയ്ക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം വയർ നമ്മൾ ഒതുക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നോയ്സ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയ്സ് ഉണ്ടാവും. നോയ്സ് ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ നോയ്സ് ഉണ്ടാവില്ല. എന്നാൽ വയർ ഒതുക്കി വെച്ചിട്ട് നോയ്സ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നോയ്സ് ഉണ്ടാവും. നോയ്സ് ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ നോയ്സ് ഉണ്ടാവില്ല. അത് അങ്ങനെയാണ്. കാര്യം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആംപ്ലിഫയറിലാണ് ഇങ്ങനെ വയർ ഒതുക്കി വെച്ച് ചെയ്യുന്നൊരു പ്രവണത ഞാൻ കണ്ടിട്ടുള്ളത്. പഴയ കാസറ്റ് പ്ലെയർ, പഴയ അതുപോലത്തെ റേഡിയോ കാസറ്റ് പ്ലെയറൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ, വാൽവ് ആംപ്ലിഫയറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വയറൊന്നും ഒതുക്കിയിട്ടില്ല. ഏത് വയറാണെന്ന് കണ്ടുപിടിക്കുക, ഒരു എൻഡിൽ നിന്ന് തുടങ്ങി അടുത്ത എൻഡിലെ വയർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ ഇരുന്ന് നോക്കണം, എവിടെ നിന്ന് തുടങ്ങി എവിടെ തീർന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയാണ്. ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. അതിൻ്റെ അങ്ങനെ ചെയ്തേക്കുന്നതിൻ്റെ പഴയ ആംപ്ലിഫയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വയർ ഒതുക്കി വയ്ക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി വയർ ഒതുക്കി വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സർവീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഒട്ടിച്ചൊക്കെ വെച്ച് സൂപ്പർ ഗ്ലൂ ഒക്കെ ഇട്ട് ഒട്ടിച്ചൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് അതിനെ പിന്നെ സർവീസ് ചെയ്തെടുക്കണമെങ്കിൽ വയറൊക്കെ കട്ട് ചെയ്ത് രണ്ടാമത് വീണ്ടും കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഇതുകൊണ്ട്. പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ വയർ ഒതുക്കിയാണ് വയ്ക്കാറുള്ള. കാര്യം എന്ന് വെച്ചാൽ ഈ ആംപ്ലിഫയറെല്ലാം കംപ്ലൈൻ്റ് ആകുമ്പോൾ ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. വേറൊരാളുടെ കയ്യിൽ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞാനത് വയർ മാക്സിമം ഒതുക്കി തന്നെ വയ്ക്കുള്ളൂ. പിന്നെ ലൂസ് ഇട്ടേക്കും. ചില ആൾക്കാർ ലൂസ് ഇടാതെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഞാൻ ലൂസ് ഇട്ട് വെച്ചേക്കും. കാര്യം ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വയർ അങ്ങനെ ഒതുക്കി വയ്ക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒതുക്കി വയ്ക്കാതിരുന്നാലും ഒതുക്കി വച്ചാലും വലിയ കാര്യമൊന്നുമില്ല. നോയ്സ് ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കണം. ഗ്രൗണ്ടിങ് പക്കയാണെന്നുണ്ടെങ്കിൽ നോയ്സ് വരത്തില്ല. അത് വയറിങ് എങ്ങനെ ചെയ്താലും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ സ്പേസർ ഇട്ട് പൊക്കിയാണ് നിർത്തിക്കുന്നത്. എല്ലാം പൊക്കിയാണ് നിർത്തിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ പറയും മെറ്റൽ ക്യാബിനറ്റിൽ ചെയ്താലേ നോയ്സ് മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. മെറ്റൽ ക്യാബിനറ്റ് ചെയ്താലും ഇതുപോലത്തെ ഒരു പലകയുടെ പുറത്ത് വെച്ച് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ചെയ്താലും നോയ്സ് വരുന്ന ഒരു പ്രവണത എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. പക്ക ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ടിങ് പക്കയാണെന്നുണ്ടെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞ ചെറിയ ഈ ഗ്രൗണ്ട് ഇഷ്യൂ ആണ് ഈ ഇത് വരുന്നത്. അല്ല മെറ്റൽ ക്യാബിനറ്റിൽ തന്നെ ചെയ്താലേ നോയ്സ് മാറുള്ളൂ എന്നുള്ള ഇതൊന്നും ഇല്ല. അത് നമ്മുടെ യുക്തി. നിങ്ങൾക്ക് മെറ്റലിൻ്റെ പുറത്തോ മെറ്റൽ ക്യാബിനറ്റിലോ തടിയിലോ നിങ്ങൾക്ക് എന്തിലാണോ താല്പര്യം അതിൽ നിങ്ങൾക്ക് ആംപ്ലിഫയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല.
പക്ഷേ ആ ഗ്രൗണ്ടിങ് പക്കയായിരിക്കണം. നോയ്സ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് എവിടെയാണോ അതിൻ്റെ തകരാറ് പറ്റിയിട്ടുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് മാറ്റിയാൽ അത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നോയ്സ് ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. പാർട്ട് 1 ആണ്. പാർട്ട് 1 എന്ന് പറയാൻ കാര്യം ഇതിൽ ഇനി ഒരുപാട് വർക്കുണ്ട്. ഇതിൻ്റെ ടോപ്പൊക്കെ ഗ്ലാസ് ആണ് വരുന്നത്, സൈഡ് തേക്ക് വുഡാണ് വരുന്നത്, ഫ്രണ്ടും അതുപോലെ കാണാൻ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് പാർട്ട് 1 എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ ഇനി ഇതിന് മുമ്പ് ഒരു പാർട്ട് 1 ഞാൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്ത് ഇടുന്നതാണ്. അപ്പം അത് ചെറിയൊരു ക്യാഷ് ഇഷ്യൂവിൻ്റെ മണിയുടെ ഒരു പ്രശ്നത്തിലാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. കാര്യം അത് ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന ആൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, ബാലു എന്ന് ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് കഷ്ടപ്പാടിലൊക്കെയാണ്. പുള്ളി അത് ക്യാഷ് തന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അതിൻ്റെ ഒരു വർക്ക് ചെയ്യാം. അത് നല്ല വർക്കാണ്, അത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഇതിൽ സംഭവം വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് ഞാൻ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പം ഞാൻ വളരെ പതുക്കെ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ അടുത്ത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിത് ഫിനിഷിംഗ് ലെവലിലായിരിക്കും ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.